ഹലോ ഗൈസ്, നമ്മൾ മാർലോയ്ക്ക് പോകുന്നു ഗൈസ്. ഇന്നത്തെ പരിപാടി മാർലോ. 1-2 ആഴ്ചയായിട്ട് കരിഞ്ഞ മഴയാണ്, പൊരിഞ്ഞ മഴയാണ്. അപ്പോൾ ഇന്നാണ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയത്, ഇച്ചിരി വെയിൽ. എങ്കിലും ഇന്ന് മഴയുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ മാർലോയ്ക്ക് പോകുന്നു. ഇന്ന് നമ്മുടെ കൂടെ മൈ മോം വന്നിട്ടുണ്ട്, അപ്പം മമ്മിയും വരുന്നുണ്ട് ഇന്ന്. അപ്പോൾ നമ്മളിന്ന് മാർലോ കാണാൻ പോകുന്നു ഗൈസ്. സോ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. നമ്മുടെ താരം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു ഗൈസ്. നമുക്ക് ഗൈസ് ഓട് വരുന്നത് ഗൈസ്. ട്രെയിൻ ജസ്റ്റ് കിട്ടി. ഇനിയിപ്പം 20 minutes ടു മാർലോ. ട്രെയിനിൻ്റെ ഓട്ടം എങ്ങനെ ഉണ്ടെന്ന് മറ്റേ ട്രെയിനിൻ്റെ ഓട്ടം എങ്ങനെ ഉണ്ട്? ആഹാ, മൈക്ക് അടങ്ങിയിരിക്കുമോ ഗൈസ്? അത് തേംസ് റിവറിൻ്റെ കൈവഴിയാന്ന് തോന്നുന്നു. അപ്പം മാർലോ എന്ന് ബോണൻറ്റിലുള്ള ഭാഗമാണിത്. ഇവിടെ ബോട്ടിങ്ങും പരിപാടികളും ഇത് വലിയ എല്ലാ ടൗണുകളിലും ഇതൊക്കെ തന്നെയാണ്. ഇതിനാണ് അസ്റ്റാസയുടെ നെല്ലട്ടം ഇങ്ങനെയാണ് ഗൈസ്. അപ്പം മാർലോ എത്തി. ഇനി നമ്മൾ മാർലോ കുറച്ച് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ പോവാണ്. ഇവിടെ ഞാനപ്പോഴേ കാണിച്ച തേംസ് റിവറും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. തിക്കാപ്പി ഒന്നും കേട്ടൊക്കെ കുഴപ്പമുണ്ടോ? തിക്കാപ്പി നാട്ടിലെ പോലെ തിക്കാപ്പി. ഇവിടുത്തെ മറ്റേ ലോങ് റൂട്ട് ട്രെയിനുകളില്ലേ, അതിന് മാത്രമേ ഇതൊക്കെ പറയൂ. ഷോർട്ട് റൂട്ട് ആയതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ മാർലോ ഇത് ബേസിക്കലി ഒരു വില്ലേജാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കുറച്ച് സമ്പന്നരും ബിസിനസ്സുകാരും ഒക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ രീതികളൊക്കെ ഇച്ചിരി റിച്ച് രീതികളാണ്. ഇവിടെ കടകൾ നമ്മളെ മേഡൻഹെഡാണ് ബേസിക്കലി വലിയ ടൗൺ. പക്ഷേ മേഡൻഹെഡിലില്ലാത്ത കൂടുതൽ കടകൾ ഇവിടെ ഉണ്ട്. എല്ലാം എക്സ്പെൻസീവ്. പിന്നെ എല്ലാം നല്ല കൂടിയ കാറുകളെ ഇവിടെ കാണുള്ളൂ. അപ്പം കുറച്ചുകൂടെ റിച്ചായിട്ടുള്ള ഓഡിയൻസാണ് ഇവിടെ. അപ്പം ബേസിക്കലി കടകളും റീറ്റെയിലേഴ്സും എല്ലാം അപ്പം ആ രീതിയിലാണ്. നല്ലൊരു ഫാൻസി ലുക്കിംഗ് ലോഗോ ഒരു പബ്ബിൻ്റെ. സോ സ്റ്റോപ്പ് ടു ലുക്ക് അറ്റ് ഇറ്റ്. ഒരു കൺവെൻഷണൽ ഓൾഡ് പബ്ബാണിത്, ദ മാർലോ ഡോങ്കി ഗൈസ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് പബ്ബാണ്, പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞ പബ്ബ്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് തോന്നുന്നുണ്ട്? പഴയ പ്രിൻസ് ഓഫ് വെയിൽസ് ആണ്, ഇപ്പോഴത്തെ അല്ല. പുള്ളി എന്നുള്ള ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പം ഇതൊരു ഫേമസ് പബ്ബാണ് മാർലോയിൽ. അപ്പോൾ ഇതും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടൗണിലോട്ട് പോകുന്ന വഴിക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുന്നു ടു റിവർ തേംസ് ആൻഡ് ഐക്കോണിക് ബ്രിഡ്ജ് ഓഫ് മാർലോ. ഇതാണ് മാർലോ പാലസ്. പഴയതോ തെന്നി താമസിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഹോട്ടലാക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ് മാർലോയുടെ മെയിൻ ഹൈ സ്ട്രീറ്റ്, റിച്ച് ആൻഡ് അഫ്ലുവൻറ്റ് മാർലോ. അപ്പോൾ നമ്മളിനിയും ഇവിടുത്തെ ഐക്കോണിക് ബ്രിഡ്ജിലോട്ട് പോകണം. ഓ നോ, രാവിലെ ഡംപ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരു റീസൈക്ലിങ്ങും വേസ്റ്റ് എടുക്കുന്ന കമ്പനിയാണ് ബിഫ. അപ്പോൾ ഇവിടെയുണ്ട് വാർ മെമ്മോറിയൽ. ആസ് യൂഷ്വൽ ഞാൻ പറയാറുള്ള പോലെ എല്ലാ ടൗണിലും ഉണ്ട് ഒരു വാർ മെമ്മോറിയൽ, ഒരു കത്തീഡ്രല്, ഒരു പാർക്ക്, ഒരു ടൗൺ സെൻറ്റർ. സോ അതുപോലെ ഇവിടെയുമുണ്ട്. ഇത് ഫ്ലാഗ് മാസ്റ്റ് ആണെന്ന് തോന്നുന്നു, പക്ഷെ അതിന് എക്സ്ട്രാ എന്തൊക്കെയോ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
താഴെ പോകാതിരിക്കാനായിരിക്കും. ഐ ഡോണ്ട് നോ. അയ്യോ, ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു, മൂടി വെച്ചിരിക്കുകയാണ്. നഷ്ടമായി. പായൽ പിടിക്കാതിരിക്കാനായിരിക്കും മേ ബി. എനിവേസ്, ഇതാണ് ദ ഫേമസ് പാലം. അപ്പം നമ്മൾ ചർച്ചിൽ പോയിട്ട് പാലത്തിലോട്ട് പോകുന്നതായിരിക്കും. ശവകുടീരങ്ങളിലൂടെ പോവാണ് ഗൈസ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ റിവർ സൈഡിലായി പണ്ടിരിക്കും. അപ്പുറത്ത് ഇതാ തേംസ് റിവറാണ്. അപ്പോൾ നല്ല വ്യൂ അവിടെ. പള്ളി ഇന്ന് തുറന്നിട്ടുണ്ടോ? ഞാനവിടെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മറ്റേ മാർക്കറ്റ് കാണാൻ, പക്ഷെ ഒന്നുമില്ല. ഇതാ അവിടെ ആ വാർ മെമ്മോറിയൽ അവിടെ ആയിരുന്നു മാർക്കറ്റ്, പക്ഷെ അവിടെ ഒന്നുമില്ല. പള്ളി തുറന്നിട്ടുണ്ട് ഗൈസ്. ആ പള്ളിയിലോട്ട് കയറിയിട്ട് പോവാം. ഓ, ഗൈസ്, ഇതൊരു ഓർഗൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള പൈപ്സാണ് മേളിലോട്ട്. ഇതിവിടുത്തെ മിക്ക പള്ളികളിലും ഇങ്ങനെ തന്നെയാണ്. സെയിൻറ്റ് പോൾസ് കത്തീഡ്രലിൽ പോകുമ്പോഴും ഇതുണ്ട്. ഇതാണ് ആ ഒരു സെലസ്റ്റിയൽ സൗണ്ടൊക്കെ നമുക്ക് പള്ളിയിൽ ഓർഗൻ വായിക്കുമ്പോൾ തോന്നുന്നത്. ഇതാണ് ഗൈസ് ആ ഒരു ഓർഗൻ. ഇത്രയും വലിയ എക്യുപ്മെൻറ്റിൻ്റെ മ്യൂസിക് പാടുന്ന ഭാഗമാണിത്. ഇതാണ് അതിൻ്റെ ഓരോ കൺട്രോൾസ്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. വിക്ടോറിയൻ ഗോതിക് സ്റ്റൈലിലാണ് ഫുള്ള് കൺസ്ട്രക്ഷൻ. പോഡിയമാണ് ഗൈസ്. ബൈബിളൊക്കെ വായിക്കാൻ നല്ല അനൗൺസ്മെൻ്റൊക്കെ ചെയ്യാനുള്ള പോഡിയമാണ്. അതിന് തന്നെ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിനിയും റിവർ ബെഡിലോട്ട് പോവാണ്. തേംസ് റിവർ അവൾ ശോഭിതയായിട്ട് കിടക്കുകയാണ്. ഭയങ്കര ഉള്ളൊഴുക്കാണ് ഗൈസ്. വെള്ളം കയറി കിടക്കുകയാണ്. മഴയൊക്കെ പെയ്ത് മഴക്കാലം ആയതുകൊണ്ട് ഫുൾ വെള്ളമാണ് ഗൈസ്. ശോഭിതയാണ് അവള്. ഇതാണ് ഗൈസ് ദ ഐക്കോണിക് മാർലോ ബ്രിഡ്ജ്, കോസ്വേ എന്നൊക്കെ പറയുന്ന സംഭവം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതായിരുന്നു പണ്ട്, ബട്ട് നോട്ട് എനിമോർ എന്നാണ് പറയപ്പെടുന്നത്. ആധികാരികമായി എനിക്കെപ്പോഴും അറിയില്ല, ഇപ്പോഴും ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഐ ഡോ നോട്ട് നോ. അങ്ങനെയാണ് സാധാരണഗതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിവേസ്, ഇതാണ് തേംസ് റിവർ ശോഭിതയായിട്ട് ഒഴുകുന്നു. സമ്മർ സമയത്താണ് ഇവിടെ ശരിക്കും. അയ്യോ, ബോട്ടും സെയിലിങ്ങും അതല്ലേ സമ്മറിലെ മെയിൻ ആക്ടിവിറ്റി ഇവിടെ. ഇതാ ഭയങ്കര തിരക്കാണ് ഇവിടെ. അതെ അതെ, ഇതുപോലത്തെ സിമിലർ സാധനമാണ് ബോട്ട്ലെസ് ലോക്കിൽ, മെയ്ഡൻ ഹെഡ് ബോട്ട്ലെസ് ലോക്കില്ലേ? ബോട്ട്ലെസ് അത് പോയായിരുന്നോ? അവിടെ ഇത് തന്നെ, ഇങ്ങനെ ഒരു കോസ്വേ പോലൊരു സംഭവം. ഇല്ലില്ല, അതെന്തോ ആ ഒരു, എനിക്ക് അതിൻ്റെ കറക്റ്റ് കാര്യം അറിയില്ല എന്തിനാന്ന്. വൈദ്യുതിയാണോ? എനിവേസ്, ഇതെല്ലാം തേംസ് റിവറാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണോ ഒഴുകുന്നത് അതോ ഇവിടുന്ന് അങ്ങോട്ടാണോ എന്ന് എനിക്കറിയില്ല. സമ്മറിലാണ് ഇവിടെ മെയിൻ ടൈം. ഓ, റിച്ച് ആൻഡ് അഫ്ലുവൻ്റ് അപ്പച്ചൻ ജാഗുർ GXK ഓടിച്ചോണ്ട് പോകുന്നു ഗൈസ്. സോ യാ, ഇതായിരുന്നു പാളം ഓടിക്കുന്ന പാലം ശരിയാക്കുന്ന സാധനം. ഇതാണ് മാൺലോയിലെ റോയിങ് ക്ലബ്. ഇതുപോലെ സിമിലർ അതെല്ലാം ഇതാ സ്റ്റേ Airbnb ഒക്കെ പോലെ. സമ്മർ ടൈം ആകുമ്പോൾ എല്ലാം ആക്റ്റീവ് ആവും, റെസ്റ്റോറൻറ്റുകളാവും. ഇപ്പം ഓഫ് സീസൺ ആണല്ലോ. അപ്പോൾ ഇതാണ് റോയിങ് ക്ലബ്ബ്. മെയ്ഡൻ ഹെഡിലുള്ള സിമിലർ സെയിം സ്ട്രക്ചറും കൺസ്ട്രക്ഷനും ഒക്കെ അതിൻ്റെ കൗണ്ടർ പാർട്ടാണ് ഇവിടെ മാർലോയ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഇതാണ് പാർക്ക്. സമ്മറാണ് അവിടെ മെയിൻ സ്ഥലം. ബട്ട് സ്റ്റിൽ
നമ്മളൊന്ന് ഇപ്പോൾ പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ മഴ സമയം ആയതുകൊണ്ട് ചതിപ്പായിട്ട് കിടക്കുകയാണോ എന്നറിയില്ല. എനിവേസ് നമുക്കൊന്ന് പോയി നോക്കാം, അതാണ് പദ്ധതി. പക്ഷേ ഫുട്പാത്ത് ക്ലോസ്ഡ് ആയിരുന്നല്ല, നമുക്ക് ഈ ഫുട്പാത്ത് വഴി പോകുമായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അത് ക്ലോസ്ഡ് എന്നാണ് പറയുന്നത്. എനിവേസ് നമുക്ക് നോക്കാം. ഓ ഗൈസ്, പ്രൈവറ്റ് റോഡായിരുന്നു. നമ്മൾ തിരിച്ചു പോകണം, എന്നിട്ട് മെയിൻ എൻട്രൻസ് വഴി പോകണം. ഓ നോ ഗൈസ്, ഫുള്ള് ചതിപ്പാണ്. വാട്ട് എ നൈസ് ഡോഗി. ഓ ഗൈസ്, വെള്ളം കയറി കിടക്കുകയാണ്. ടു ഹാർഡ്. നമുക്ക് നടക്കാനുള്ള പോസിബിലിറ്റി നമ്മൾ നോക്കുന്നു. ടയർഡായി ഗൈസ്. അപ്പോൾ നമ്മൾ റിവറിൻ്റെ അറ്റത്തിരിക്കുകയാണ്. റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി കുറച്ചുകൂടെ നടക്കുന്നതായിരിക്കും. ഗൈസ്, സമ്മറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഗൈസ്. അപ്പോൾ ഈ മൂറെല്ലാം റിപ്പയർ ചെയ്ത് റെഡിയാക്കും. കാരണം ഒരുപാട് പേര് ബോട്ടുമായിട്ട് ഇറങ്ങും ഇവിടെ കൊണ്ടിടാനും ഓടിക്കാനും സമ്മർ ടൈം സ്പെൻഡ് ചെയ്യാനും ഉണ്ട് റിവർ സൈഡ്. അപ്പം അതിന് വേണ്ടിയുള്ള റിപ്പയർ വർക്ക്സ് നടക്കുവാണ് അവിടെ. മഴ കാരണം എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. ഈ ജനുവരി സമയത്ത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് വെള്ളം കയറി ചതിപ്പാവും. വഴി ഫുട്പാത്ത് ടാർ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കതിൽ കൂടെ നടക്കാനല്ലേ ഇത് വലിയ പാടാണ്. അതുകൊണ്ടാണ് ഇവിടെ വില്ലിസ് ഷൂസ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തൂടെയൊക്കെ നടക്കാൻ. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ അതിന് വലിയ യൂസ് ഇല്ലെങ്കിലും ഇങ്ങനത്തെ ചതിപ്പിലൂടെ നടക്കാൻ അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിനിവിടെ നല്ല ഡിമാൻഡാണ് ആ ഷൂ, വില്ലിസ്. ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ പാലം കഴിഞ്ഞിനി നമ്മൾ ടൗണിലോട്ട് പാലം കഴിഞ്ഞ് ഗൈസ് ഇനി നമ്മൾ ടൗണിലോട്ട് പോകണം. വി ആർ ഗോയിങ് ടു ടൗൺ. ഫുള്ള് കടകളും വണ്ടികളും ആൾക്കാരുമാണ്. ഫുൾ റിച്ച്നെസ് ആണ് ഗൈസ്. ഓൾഡർ ജനറേഷൻ ആണെങ്കിലും റിച്ച് ആയിട്ടുള്ള അപ്പച്ചനും അമ്മച്ചൊക്കെയാണ്. ഫെറാറിയുടെ ഒക്കെ വണ്ടി കിടക്കണം. ഒരേ പുള്ളിയാണ് ഇവിടെ. ഫ്രിക്കന്മാരായ അപ്പച്ചനും അമ്മച്ചിമാരാണ് ഇവിടെ. റിച്ച്നെസ് ആണ് ഗൈസ്. ഗൈസ്, ഇവിടെ വിൻഡോ ഷോപ്പിംഗ് ആണ് ഗൈസ്. എല്ലാം ഡയമണ്ടാണ്. ബക്കിംഗ്ഹാംസ് ഓഫ് മാർലോ വിൻഡോ ഷോപ്പിംഗ്. എവരി പർച്ചേസ് അബവ് 1K. വാവ്, 1K ആണ് അവർ മിനിമം പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കടകളിൽ കയറി ഇറങ്ങി നടക്കുകയാണ് ഗൈസ്. ഇവിടുത്തെ നല്ല സാധനങ്ങളെല്ലാം കിട്ടുമോ? നല്ല സാധനങ്ങളേ ഉള്ളൂ ഇവിടെ ഓൾമോസ്റ്റ്. ചീത്തയും കാണാം, അതൊക്കെ ആവശ്യമാണല്ലോ ഗൈസ്. ഇതിവിടുത്തെ ഒരു ചാരിറ്റി ഷോപ്പാണ്. ഇതിവിടെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഈ നല്ല ഡ്രസ്സുകളൊക്കെ വെറുതെ വേസ്റ്റിൽ പോവാതെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്ത്യൻസ് അല്ലെ ഏഷ്യൻസിന് ആ ഒരു കൺസെപ്റ്റുള്ളത്, ഇൻക്ലൂഡിങ് മീ, അങ്ങോട്ട് ദഹിക്കാൻ വലിയ പാടാണ്. ഇവെന്തോ നമ്മൾ മേടിച്ച് നോക്കിയാൽ നമുക്ക് ഇടുമ്പോഴെല്ലാം തോട്ടിങ്ങനെ കയറി വരും. പക്ഷെ അത് നല്ലൊരു കൺസെപ്റ്റാണ്. നല്ല ബ്രാൻഡൊക്കെ ചിലപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ട് നല്ല സ്ഥലങ്ങളിലൊക്കെ. അപ്പം അത്രയും വേസ്റ്റ് അല്ലേ, നമ്മൾ കാർബൺ വേസ്റ്റ് കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ചാരിറ്റിക്ക് ഫണ്ട് ചെല്ലും. ബട്ട് നമുക്കങ്ങനെ ഒരു കൾച്ചർ നാട്ടിൽ, ഇന്ത്യയിലോ അല്ലെ ഏഷ്യൻ കൺട്രികളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്തതുകൊണ്ട് കേട്ടോണോ അങ്ങോട്ട് ദഹിക്കാൻ ഇച്ചിരി പാടാണ് ഗൈസ്. പേരൊന്നും കേൾക്കാത്ത ബ്രാൻഡുകളും കടകളുമാണ് ഇവിടെ. ഇവിടെ ഹൈ റൈസസ് ഒന്നുമില്ല, എല്ലാം നമ്മുടെ പഴയ വിക്ടോറിയൻ ബിൽഡിങ്ങുകളൊക്കെ തന്നെ. പക്ഷെ എന്നാലും എല്ലാം പോഷ് ബ്രാൻഡുകളും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ.
ഒരു കുറവുമില്ല. ഒരു റിച്ച് ടൗൺ ആയതുകൊണ്ട് ഇതൊക്കെ മേടിക്കാൻ ആളുമുണ്ട് ഇവിടെ. ഏതോ ജ്വല്ലറി ഷോപ്പാണ് ഗൈസ്. മിസോമോ, വാവ്. സൻസോം തുണിക്കട. ഹെൻലിയോൺ ടൈംസിൽ പോയാലും നമ്മുടെ പഴയ വീഡിയോ ഉണ്ട്, അതിലും കയറുവാണോ? ഒബ്വിയസ്ലി അതൊക്കെ കാണുമ്പോൾ ആരാണേലും കയറും. പോസ്റ്റ്മാൻ പോസ്റ്റുമായിട്ട് വന്ന് ഗൈസ് ആ കട കയറിയിട്ടൊക്കെ ഉണ്ട്. ഓ, വില ഇല്ലാത്തത് കൊണ്ടല്ലേ. കടയും കടയുടെ നേച്ചറൊക്കെ കണ്ടിട്ട് ലെവൽ ഓഫ് ആൾക്കാരെ തോന്നുന്നുണ്ടോ? ലെവൽ ഓഫ് ആൾക്കാരെ മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനത്തെ കടകളൊക്കെ വരുന്നത്. കടയുടെ പേര് പോലെ തന്നെ ഫുള്ള് വൈറ്റ് ആണ് ഗൈസ്. വൈറ്റ് കമ്പനി എന്ന് പറയും കടയുടെ പേര്. ഫുള്ള് വൈറ്റ്. ആർട്ട് ഷോപ്പാണ് ഗൈസ്. വാവ്, മാർവലസ്, നൈസ്, സോ കൂൾ. മാർലോയുടെ പിക്ചറാണ് ഗൈസ്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പോയ സ്ഥലത്തിൻ്റെ പിക്ടോറിയൽ എഡിഷൻ വിത്ത് മോണാലിസ ഓൺ എ ബോട്ട്. That's cute. മങ്കി കയാക്കിയാണ് ഗൈസ്. അപ്പൊ കൂടെ ഇതെന്തോ ഇത്? വാട്ട്സ് ദാറ്റ്? ടൈഗർ? നമുക്കിതൊക്കെ മേടിക്കാം. അതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. £70,000 ഉള്ളു കഴിച്ചു ഇതിൻ്റെ വില. സോ ചീപ്പ്. 70,000 pound എന്ന് വെച്ചാൽ 70 ലക്ഷം രൂപയിൽ മേളിലാവും. ഇതും വേറൊരു ആർട്ടാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നൈസായിട്ടുണ്ട്. ഒന്നിൻ്റെ പുറത്തൊന്ന് ലെയർ ചെയ്ത് വെച്ചിരിക്കും. ഇതിനൊരു പേരുണ്ട്, ഈ ഫോമിന് പേരെനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. ബേസിക്കലി പറഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസ് ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനത്തെ കടകളൊക്കെ ഇവിടെ വരുന്നത്. മേഡൻ ഹെഡിൽ ഇതൊന്നുമില്ല, ബട്ട് മാർലോയിൽ ഇതുണ്ട്. അതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതൊക്കെ മേടിക്കാൻ. സോ പിന്നെ വേറൊരു കടയിൽ കയറി ഗൈസ്. ഒലിവർ ബൊനാസ് എന്ന് പറഞ്ഞ കട. ക്ലോത്തിങ്ങും ഹോമും എല്ലാം ഉണ്ട്. സെലക്റ്റഡേ ഉള്ളു. കൈൻഡ് ഓഫ് ഓൾ ഇൻ വൺ ഷോപ്പാണ്. ഫ്രാഗ്രൻസും ജ്വല്ലറീസും എല്ലാ കാറ്റഗറി ഉണ്ട്. ലേഡീസിനെയാണ് കൂടുതൽ ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അത് പിന്നെ എല്ലാ കടക്കാരും അങ്ങനെ തന്നെ. ബാഗ്, ഡ്രസ്സ്. ബേസിക്കലി പറഞ്ഞാൽ ലേഡീസിൻ്റെ ഇമോഷനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കടയാണ് ഗൈസ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പെട്ട സാധനങ്ങളുണ്ട്. തുണി മാത്രമല്ല, ഹോം ഡെക്കോറ്, കുക്കിങ്, സ്റ്റൈലിങ് എല്ലാം ഉണ്ട് ഗൈസ്. മെയിൻലി ഫോർ വിമൻസ്. വാലന്റൈൻസ് ഡേ ആയപ്പം വാലന്റൈൻസ് ഡേ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വിൻഡോയിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ആൾക്കാരെ ആകർഷിക്കാൻ, വിമൻസിനെ ആകർഷിക്കാൻ. മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്, ദ കോച്ച്. മാർലോ ടൗൺ വീതിയിലൂടെ നമ്മൾ നടക്കുന്നു. ഗൈസ്, ഇത് ഹോം ഡെക്കർ ഷോപ്പാണ്. വാർഡ്രോബ്, കൗച്ച്, ടേബിള്, ഇങ്ങനത്തെ കടയാണിത്.
സൈഡ് ബോർഡ് ഡോറ്. അങ്ങനത്തെ കടയാണ് ഗൈസ് ഇത്. ഇവിടെ ഒരു ടേബിളുണ്ട് ഗൈസ്. ഇതാണ് ഡൈനിങ് ടേബിള്. Which is nice, quite fascinating. It's good. ബുക്ക് ഷോപ്പാണ് ഗൈസ്. നൈസ് ഡിസൈനർ കട പോലുണ്ട്. ബുക്കിന് വേണ്ടിയുള്ള ഡിസൈനർ കട. ഈ സൈഡെല്ലാം ഹോം ഡെക്കോർ കടകളായിരുന്നു ഗൈസ്. കൂടുതൽ ഹോം ഡെക്കോറും വീട്ടിലിടുന്ന സാധനങ്ങളും തുണികളും അങ്ങനത്തെയൊക്കെയാണ്. നമ്മളത് ഇങ്ങോട്ട് നടന്നു. പോളാണ്ടതാ ഇവിടെ വീണ്ടും ഫൈൻ ആർട്സ് ഷോപ്പ് വീണ്ടും വന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ഇതൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. വാവ്, നൈസ് ലെതർ ഐറ്റംസ്. വാവ്, പൊള്ളി പൊള്ളി, കൊള്ളാം. അപ്പം നമ്മൾ വീണ്ടും ബാക്ക് ടു ദ ഹൈ സ്ട്രീറ്റിലെത്തി. ഇതാണ് ഗൈസ് വിൻറ്റൺ കോട്ട് എന്ന് പറഞ്ഞ് മാർലോ മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ കുറേ കുഞ്ഞു കടകളെല്ലാം കൂടെ ഒന്നിച്ചൊരു കൊടക്കീഴിൽ വരുന്ന പോലെ. ഫ്ലവർ സ്റ്റുഡിയോ, സ്റ്റാൽക്കോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ, ബൊട്ടിക് ഷോപ്പുകൾ. ഇവിടെയും തുണിക്കടകളുണ്ട്. നൈസ് ജ്വല്ലറി ഷോപ്സ്, കടകൾ. വന്നിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല. ആണുങ്ങൾക്കും ഉണ്ടടാ കട. ബാത്റൂം വെയറിനുള്ള കടയാണ് ഗൈസ്. ഗോൾഡ് പ്ലേറ്റ്, ഒരു ടബും. വാവ്, പ്ലാസ്റ്റിക് കട. ഇതെന്തുവാണോ? ഓ, ലേഡീസിൻ്റെ വെഡ്ഡിങ് ഗൗണിനുള്ള വേണ്ടി മാത്രമുള്ള കട. വാവ്, ദാറ്റ്സ് ഗുഡ്. ഇതിങ്ങനൊരു സ്പേസാണ് ഗൈസ് ഇതിൻ്റെ അകത്ത്. ഹൈ സ്ട്രീറ്റിൻ്റെ അകത്തൊരു സ്പേസ്. കുറച്ച് നേരം ഇരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. ഓ നോ, ദാറ്റ്സ് ഓക്കെ. ഇനി പോര്, ചിപ്സ് എടുത്തോണ്ട് പോര്. ചിപ്സ് എടുത്തോ. ഗുഡ് ജോബ് മൈക്ക്. ഇച്ചിച്ചി അങ്ങനെ എടുക്കണ്ട. നോ, ഇങ്ങ് പോര്. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഇതുവരെ വെയിലുണ്ട്, എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നറിയില്ല. അപ്പോൾ മൈക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മെഗൻസ് റെസ്റ്റോറൻറ്റ്. എല്ലാ ഡിഷസും ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇറ്റാലിയൻ, പേർഷ്യൻ, ലെബനീസ് എല്ലാ സാധനം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. Let's give it a shot, guys. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. പഴയ ലിൻഡിൽ ബാറും ഒക്കെയാണ്. നൈസ് ആംബിയൻസ് ആണ്. കൊള്ളാം, അടിപൊളി. സീറ്റിങ്ങും കൊള്ളാം. ഇതാണ് ഗൈസ് ഇവിടുത്തെ ആംബിയൻസ്.
ആയിട്ടുണ്ട് ഗൈസ്. കൊള്ളാം. ഗുഡ്. ഗൈസ് ഫുഡ് വന്നു. ചില്ലി ചിക്കൻ ഷാക്ഷുക്ക, കലമാരി റിങ്സ് അല്ല കലമാരി, സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈസ്. ഫുഡ് കഴിക്കുന്നില്ലേ? ഐ നോട്ട് ഈറ്റിംഗ്. ഫുഡ് വാസ് കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. കലാമാരി എനിക്ക് അത്ര സൂചിച്ചില്ല. വാട്ട് അബൌട്ട് യു ഗൈസ്? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പക്ഷെ ആംബിയൻസ് വാസ് എക്സിറ്റ്. ആംബിയൻസ് കൊള്ളായിരുന്നു, നൈസായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ടോയ് സ്റ്റോറി കയറി ഗൈസ്. എവരിബഡി ഈസ് ഗോയിങ് മാഡ്. എന്തുവാ മൈക്കിളിത്? ഒരു ടോയ് മേടിച്ചു ഗൈസ്. ഒരു ടോയ് എനിക്കും മേടിച്ചു. നമ്മൾ ലോറൻസ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറി. ഇവിടെ ഇറ്റാലിയൻ ചീസ് അങ്ങനത്തെ സാധനങ്ങളുടെ കടയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഡെലിക്കസീസും ടാർട്ട്സും ഇങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ട്. നൈസ്. അങ്ങനെ എല്ലാം ഉണ്ട്. വൈന്, ഇറ്റാലിയൻ ഷോപ്പാണിത്. അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. വെറൈറ്റി ആയിട്ടുള്ള ക്രോസോണ്ടും ഒക്കെ ഉണ്ട്. സോ വി ആർ ജസ്റ്റ് എക്സ്പ്ലോറിങ് ദം. സ്വീറ്റ്സ് തന്നെയല്ല, ഇങ്ങനത്തെ ബർഗേഴ്സും സാലഡ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. എല്ലാം ഇറ്റാലിയൻ സ്റ്റഫാണ്. സ്വീറ്റ്സും ഉണ്ട്, ഇറ്റാലിയൻ സ്വീറ്റ്സ്. പാമിജാനും ഫ്രിറ്റാറ്റയും ലാസാനിയയും എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ് ഗൈസ്. പിന്നെ ഇറ്റാലിയൻ സ്നാക്സും ഉണ്ട്. ഇറ്റാലിയൻ ഷോപ്പാണ്. അതുകൂടാതെ ഇവിടെ ഡൈൻ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ചായയും കാപ്പിയൊക്കെ കുടിച്ചിരിക്കാം. അപ്പോൾ മോസ്റ്റ്ലി ഇവിടെ ഒരു ഇറ്റാലിയൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അല്ലെ ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ഷോപ്പ് ഇവിടെ വെക്കേണ്ട കാര്യമില്ല. സോ മോസ്റ്റ്ലി ഇവിടെ ഒരു ഇറ്റാലിയൻ കമ്മ്യൂണിറ്റി ഉണ്ടാവണം. ദാറ്റ് മൈറ്റ് ബി ദ റീസൺ ഫോർ ഇറ്റ്. നമ്മൾ 2 സ്വീറ്റ് മേടിച്ചു. അത് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. സോ ഇതൊരു ഫേമസ് കഫേ എന്നാണ് പറയുന്നത്. ഫെഗോ, ഇവിടുത്തെ ലോക്കൽ കഫേ. ഇറ്റ്സ് നൈസ്. പക്ഷെ നമ്മളവിടെ കയറുന്നില്ല. മഴ പെയ്യാൻ തുടങ്ങി. മഴക്കാർ കയറാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ കയറണോ? അപ്പോൾ നമ്മളിനിയും മാർലോ ലോക്കിലോട്ട് നടക്കാൻ ഓർത്തു. മഴയ്ക്ക് മുന്നേ അവിടെ കൂടെ ഒന്ന് പോയിട്ട് വരാം. ഓ വാവ് ഗൈസ്, ബെഡിങ് സൊല്യൂഷൻ. കട്ടിലിനും മെത്തയ്ക്കും പില്ലോയ്ക്കും വേണ്ടി മാത്രം ഒരു കട. ടെംപ്യൂർ. വാവ്. ജിഞ്ചർ വിങ്സ്. അങ്ങനെ കടകളെല്ലാം തീരുന്നു ഗൈസ്. വി ആർ വാക്കിംഗ് ടുവേർഡ്സ് ദ മാർലോ ലോക്ക്. ഇതൊരു യുണീക്ക് ബിൽഡിംഗ് ആയിട്ട് തോന്നുന്നു ഗൈസ്. ബ്ലൂ വിൻഡോസ്, ബ്ലൂ ഡോർ. അതിൻ്റെ കല്ല് കൊണ്ടുണ്ടാക്കിയ ഈ ചർച്ചിൻ്റെ തന്നെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ച് എന്നാണ് പറയുന്നത്. പള്ളിമുറ്റം വഴി ഷോട്ട് എടുത്തത്. ചർച്ച് ഈസ് ഓപ്പൺ ഫോർ പ്രയർ. നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് നമ്മൾ നമ്മുടെ മാർലോ ലോക്കിലോട്ട് പോവാണ്. അടുത്ത മഴയ്ക്ക് മുന്നേ we are going fast. അതാ ഗൈസ് വന്നു. ഗൈസ് ഫുട്പാത്തില്ല, അതുകൊണ്ട് നമ്മൾ ചെറിയൊരു സാഹസികതയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഹാർഡ്.
ഭയങ്കര വീതി കുറഞ്ഞ വഴിയും ഉൾവഴികളും കൂടെ ആയതുകൊണ്ട് നമ്മൾ സൈഡിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാണ്. വേറെ ഓപ്ഷനില്ല ഗൈസ്. നമ്മുടെ വല്ലാർപാടല്ലല്ലോ, തണ്ണീർമുക്കത്തും ലോക്കുണ്ട്. അപ്പം നമ്മൾ ആ പാലവും പള്ളി നിന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന കോസ്വേ പാലം ഇതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ബ്രിഡ്ജാണിത്. നമ്മൾ മുന്നോട്ട് നടക്കുന്നു. കോസ്വേ പോകുന്നു ഗൈസ്. ഭയങ്കര വെള്ളമൊഴുക്കാണ്. മഴയും പെയ്ത് വെള്ളവും പൊങ്ങി കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു ലോക്കാണ് മാർലോ ലോക്ക്. ഇതാ ഗൈസ് മാർലോ വേ. ഇവിടെയാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മാർലോയും മേഡൻ ഹെഡ് അടുത്തടുത്ത് കിടക്കുന്നു. അതിൻ്റെ അടുത്ത് ഹെൻലി, അതിന് മുന്നേ റെഡിങ് എല്ലായിടത്തുണ്ട്. അപ്പോൾ മേഡൻ ഹെഡ് കഴിഞ്ഞാണ് മാർലോയിലോട്ട് വെള്ളം ഒഴുകുന്നതെന്ന് മനസ്സിലായി. അതോ തിരിച്ചാണോ? അല്ല, തിരിച്ചാണ് ഗൈസ്. മാർലോ ഇവിടെ അത് ഒഴുകി മേഡൻ ഹെഡ് വന്ന് മേഡൻ ഹെഡിൽ നിന്ന് ഒഴുകി വിൻസർ ചെല്ലും ഗൈസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇത് മുഴുവൻ തേംസ് റിവറാണ്. നിങ്ങൾക്ക് കാണാം ഓക്സ്ഫോർഡിൽ നിന്ന് ഒഴുകുന്നത് തന്നെയാണ്. അവിടെ നിന്ന് ഒഴുകി ഗോറിങ്, പാങ്ബോൺ, റെഡിങ്, ഹെൻലി ഓൺ തേംസ്, മാർലോ, മേഡൻ ഹെഡ്, വിൻസർ, അങ്ങനെ ഒഴുകി ക്യൂ ഗാർഡൻ, വെസ്റ്റ്മിനിസ്റ്റർ, ഗ്രെനിച്ച്, അങ്ങനെ കടലിൽ ചേരുവാണ് കേസ്. അത് ആ തേംസ് റിവറിൻ്റെ ഒഴുക്ക് ദിശ, ഇംഗ്ലണ്ട് റിവർ. നമ്മളാ പാലത്തല്ല ഇങ്ങോട്ട് നിന്ന് നോക്കി, ആ പള്ളിയുടെ ശവക്കോട്ടയുടെ അവിടെ. ഇവിടെ ലോക്കാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇതാണ് ഗൈസ് ഇവിടുത്തെ മാർലോ ലോക്ക്. ഇവിടുത്തെ ലോക്ക് പോലെ തന്നെ സെയിം, നോ ഡിഫറൻസ്, ഒരേ പാറ്റേൺ. വെള്ളം നിറയ്ക്കുക, ഗേറ്റ് അടയ്ക്കുക, അപ്പുറത്തെ ഗേറ്റ് തുറക്കുക, വെള്ളം അഴിച്ചു വിടുക. അതേ പാറ്റേൺ തന്നെയാണ്, സെയിം ആസ് ഇൻ ബോട്ട്ലെസ് ലോക്ക്. അവിടെ ഇത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ മുന്നോട്ടൊന്ന് പോയിട്ട് വിൽ ഹെഡ് ബാക്ക് ഹോം. ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി മേഡൻ ഹെഡ് ചെല്ലും. ഇത് സമ്മർ സമയത്താണ് ബോട്ടുകാർക്ക് ഓടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. അപ്പുറത്ത് കോസ്വേ ഉള്ളതുകൊണ്ട് ബോട്ട് ഒഴുകാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇതിൻ്റെ മെയിൻ പ്രയോജനം വരുന്നത്. ഇപ്പം വലിയ യൂസില്ല, ബോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഗൈസ്, ഇവിടുന്ന് ലണ്ടൻ 56 മൈൽസ്, ഓക്സ്ഫോർഡ് 54 മൈൽസ്. അപ്പോൾ ഓൾമോസ്റ്റ് ഓക്സ്ഫോർഡിൻ്റെയും ലണ്ടൻ്റെയും മധ്യത്തിൽ കിടക്കുന്ന സ്ഥലമാണ് മാർലോ. മഴയായി ഗൈസ്. നമ്മൾ മാർലോയിൽ നിന്ന് ട്രെയിൻ കയറി എത്തിയപ്പോൾ തൊട്ട് നല്ല പെരുത്ത മഴയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഹെഡിങ് ഹോം. ചെറിയ ഈവനിങ് പർച്ചേസോടെ കഴിഞ്ഞ് വിൽ ബി ഗോയിങ് ഹോം ആഫ്റ്റർ. അപ്പോൾ വീണ്ടും ഒരു പരിപാടിയായിട്ട് വരുന്നിടംവരേക്കും ബൈ ബൈ. എനിക്ക് ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. ചാവ് ഗൈസ്.